ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി മറൈൻ ഡ്രൈവിലുള്ള ഒരു പ്രീമിയം ക്രൂയിസിലാണ്. ക്രൂയിസിന്റെ പേര് ക്ലാസിക് ഇമ്പീരിയൽ. അതിന്റെ ഓണറായിട്ടുള്ള നിശ്ചിത് കെ ജോൺ ഇപ്പം നമ്മളോടൊപ്പം ഉണ്ട്. ഹലോ. കോവിഡിന് തൊട്ട് മുന്നെയാണ് നമ്മൾ ഈ ക്രൂയിസിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ കോവിഡ് പിന്നെ വന്നു. അപ്പോഴും നമ്മൾ കൺസ്ട്രക്ഷൻ അവസാനിപ്പിക്കുന്നില്ല, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. അതൊരു ഹെവി റിസ്ക് ആണ് ആക്ച്വലി. വിനോദസഞ്ചാര മേഖലയുടെ അവസ്ഥ ഇനി എന്താവും എന്നൊക്കെ ഉള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ എന്ത് ധൈര്യത്തിലാണ് അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ വീണ്ടും തുടരാനുള്ള ഒരു കാരണം? ഞാൻ മറൈൻ ഡ്രൈവിൽ 24 വർഷം മുമ്പ് ഒരു റെൻറ്റഡ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു വലിയൊരു വിഷൻ ഉണ്ടായിരുന്നു. കാരണം കൊച്ചിയിലെ കായൽ സഞ്ചാരങ്ങളും ഇതിൻ്റെ ക്രൂസ് ടൂറിസവും ഒക്കെ ഉപയോഗിക്കണമെന്ന് തന്നെ. അതിനെ ഞാൻ ആകെ ത്യജിച്ചത് എൻ്റെ കള്ളുകൂടിയാണ്. ഈ കള്ളുകൂടി നിർത്തിയപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി ഉണ്ടായി. അതേപോലെ തന്നെ ഒരു വാടക ബോട്ടിട്ട് തുടങ്ങി. ഇതെല്ലാം അത് കഴിഞ്ഞിട്ട് അടുത്ത ബോട്ട് സ്വന്തമായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്തു. ഞങ്ങളുടെ 5 വെസലും സ്വന്തമായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന സമയത്താണ് ഇനി അടുത്ത ഒരു കടലിൽ പോണ ഒരു ക്രൂസ് ഉദ്ഘാടനം ചെയ്തു. അത് ക്ലാസിക് പാരഡൈസ് എന്നാണ് എൻ്റെ പേര്. അത് കഴിഞ്ഞപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ടുള്ള അടുത്തത് വേണമെന്നുള്ള ചിന്താഗതി നമ്മൾ സ്വപ്നങ്ങൾ കാണുമ്പോൾ വലുത് കാണണമല്ലോ എന്നാണ് ഞാൻ പഠിച്ചേക്കണത്. അപ്പോൾ ഒരു ക്രൂസ് 50 മീറ്ററിൻ്റെ ഒരു വെസൽ പണിയണം. അതിൻ്റെ അകത്ത് ഒരു പില്ലർ പോലും പാടില്ല. അതിൻ്റെ അകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ എക്യുപ്മെൻറ്റ്സും ഏറ്റവും ഹൈ എൻഡ് ആയിരിക്കണം. അമേരിക്കൻ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡൻറ്റോ വന്നാൽ ഇത് മതി എന്ന് പറയണ ഒരു ഇതായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതേപോലെ തന്നെ അതിൻ്റെ പണി തുടങ്ങി മാർച്ച് 5-ാം തീയതി പണി തുടങ്ങുന്നു. 2020 മാർച്ച് പണി തുടങ്ങുന്നു. കോവിഡ് ആ സമയത്ത് 22 ദിവസം കൊണ്ട് കോവിഡ് വന്നു. സത്യം പറഞ്ഞാൽ ഒരു 2 കോടി രൂപ ലോൺ എടുത്തിട്ടാണ് ഇത് തുടങ്ങിയത്. ഒരു 12-15 കോടി രൂപ ബഡ്ജറ്റ് ഉണ്ടാവും. പക്ഷെ ബാക്കിയുള്ള ബോട്ടുകൾക്കൊന്നും ലോണില്ല. അപ്പോൾ ഇതെല്ലാം കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ തീർത്ത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു. 22-ാം തീയതി കോവിഡ് വന്നു. ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കും, കോവിഡ് 2 മാസം കൊണ്ട് ഇന്ത്യ ഇത്ര വലിയ ശക്തമാണല്ലോ, മരുന്നൊക്കെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ വേൾഡ് മരുന്ന് കണ്ടുപിടിക്കും. പക്ഷെ അത് നീണ്ടു പോയി. ലോകത്തിൽ ഞാൻ പറയുന്നു, ലോകത്തിൽ എൻ്റെ കപ്പാസിറ്റിയുള്ള ഒരാൾക്കും ഇത് ചെയ്യാൻ പറ്റില്ല. അതുപോലെ എൻ്റെ ടീമും എൻ്റെ സ്റ്റാഫും എൻ്റെ കൂടെ നിന്ന് എൻ്റെ കട്ടക്ക് നിന്ന് എൻ്റെ കൂട്ടുകാരും അങ്ങനെ ഒരു യാഥാർത്ഥ്യ സ്വപ്നം ഉണ്ടാക്കിയെടുത്താണ്. ഇനി ഇതിനേലും വലുതുണ്ടാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനും അപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞാൽ നിനക്കത് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ല. പിന്നെ എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥന, അതെനിക്ക് ഒന്നും പറയാനില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു വെസൽ ഉണ്ടാക്കിയ ഈ മറൈൻ ഡ്രൈവിൽ കൊണ്ടുവന്ന് ഇത് ഇടണ്ടേ, അല്ലെങ്കിൽ ജെട്ടി വേണ്ടേ. അപ്പോൾ ഞങ്ങൾ കോടതിയിൽ കേസ് പറഞ്ഞു. കാരണം ഞങ്ങൾ ഇത്ര വലിയ ഒരു കമ്പനിയാണ്, ഞങ്ങൾ ഇത്രയും ടാക്സൊക്കെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് പറഞ്ഞ്. കോടതി മെലു ദണ്ഡപാണിയായിരുന്നു അന്നത്തെ വക്കീൽ. അദ്ദേഹം അന്ന് തന്നെ ഒരു ഫാത്തിമ അഡ്വക്കേറ്റ് ഉണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടി നമുക്കത് വേണ്ടി അന്ന് തന്നെ അത് കിട്ടി. അത് കഴിഞ്ഞ് GCയുടെ ചെയർമാൻ ചന്ദ്രൻപിള്ള വന്നു. ചന്ദ്രൻപിള്ള വളരെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് ഇത്ര നല്ലൊരു പ്രസ്ഥാനമാണ്, ഇതിന് കൊടുക്കണമെന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ GCയുടെ ചെയർമാനും ഒക്കെ ആയിട്ട് ഇതിൻ്റെ ഈ ഒരു ജെട്ടി സാങ്ഷൻ കിട്ടി. ഞങ്ങൾ ഫ്ലോട്ടിംഗ് ജെട്ടി 2 സ്വന്തമായിട്ട് ഉണ്ടാക്കി. കാരണം ഞങ്ങൾക്ക് 6 വെസലുണ്ട്. ഈ വെസൽ കൺസ്ട്രക്ട് ചെയ്തത് കൊച്ചിൻ പോർട്ടിൻ്റെ ലാൻഡ് ലീസിനെടുത്തിട്ട്, അതായത് 1,20,000 രൂപ ലാൻഡ് ലീസിനെടുത്ത് അവിടുത്തെ വേണ്ട എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും, ഇലക്ട്രിസിറ്റി, ക്രെയിൻ, എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ ക്രൂസ് പണിയുന്നത്. ഇത് ഇനാഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് നിതിൻ ഗഡ്കരിയാണ്. അദ്ദേഹത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? 2016 ഞാൻ ജിത്തു സുകുമാരൻ നായരുള്ള ഒരു പ്രൊജക്റ്റിന് വേണ്ടി ഞങ്ങൾ ചെല്ലണത്. അപ്പോൾ ഗഡ്കരിജി പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന പണിയല്ല എന്ന് ഗഡ്കരിജി തന്നെ ഓപ്പണായിട്ട് പറഞ്ഞു. ഇലക്ട്രിക് വെഹിക്കിളൊക്കെ നിങ്ങളത് വളരെ ശ്രദ്ധിച്ചു, നിങ്ങൾ രണ്ടുപേരും ഷിപ്പാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഷിപ്പ് ചെയ്തുകൂടാന്ന് ചോദിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ അപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ ആഗ്രഹം കൊണ്ട് വലുത് പണിയണമെന്ന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് പ്രചോദനം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പിന്നെ രണ്ടാമത് പണിത് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഗഡ്കരിജി ഷിപ്പിംഗ് മിനിസ്റ്റർ ആയിരുന്നു. ഗഡ്കരിജി മാറി റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായി. യാദൃശ്ചികമായിട്ട് ഞാൻ ഷിപ്പിംഗ് മിനിസ്റ്ററിനെ, ടൂറിസം മിനിസ്റ്ററിനെ, സെൻട്രൽ ടൂറിസം മിനിസ്റ്ററിനെ കാണാൻ പോകുന്ന ഓഫീസിൽ വെച്ച് ഗഡ്കരിജിയുടെ ഓഫീസിൽ ഒരാളോട് ഞാൻ ചോദിച്ചു, ഇത് ഗഡ്കരിജിയുടെ ഓഫീസ് ഇവിടെ തന്നെയാണ് അദ്ദേഹം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഗഡ്കരിജിനെ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കുക, ഞാൻ മാഹിക്കാരനാണ്, മലയാളിയാണ്, നിന്നെ ഞാൻ മുകളിലേക്ക് കയറ്റിവിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കയറ്റി വിട്ട് അവിടുത്തെ സെക്രട്ടറിനെ പോയി കണ്ടു. സെക്രട്ടറിക്ക് എന്നോടുള്ള ഒരു ഇങ്ങനൊരു ക്രൂസ് പണിയുന്ന ഡൽഹിക്കാരനെ പെട്ടെന്ന് അവർ ഞെട്ടി. ഇപ്പം നമ്മൾ അടുത്ത ഒരു ക്രൂസ് പണിയാനുള്ള, അതായത് കൊച്ചി, ലക്ഷദ്വീപ്, മുംബൈ, ദുബായ് ഒരു പ്രൊജക്റ്റ് മനസ്സിൽ പ്ലാൻ ഉണ്ട്. അതേപോലെ തന്നെ ഒരു കൊച്ചിയിൽ ഒരു ഷിപ്പ് യാർഡ് സ്വന്തമായിട്ട് പണിയണമെന്ന് ആഗ്രഹമുണ്ട്. ഇതൊക്കെയാണ് ഇനിയുള്ള സ്വപ്നങ്ങൾ. അതുകൂടാണ്ട് ഇപ്പോൾ അടുത്തൊരു വെസൽ, ഒരു മിനി വെസലും കൂടെ നമ്മൾ കൊച്ചിയിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിൻ്റെ പോലെ തന്നെ ഒരെണ്ണം പണിയും. നമുക്കിങ്ങനെ പണിയണമെന്നാണ് ആഗ്രഹം. ഞാനിപ്പോഴും ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എൻ്റെ ഭാര്യ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയിയാണ്. ഭാര്യ ഇന്ന് വരെ എന്നോടൊരു വീട് മേടിക്കാൻ പറഞ്ഞിട്ടില്ല. കാരണം എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നമുക്കിപ്പോൾ 5 കോടി ഉണ്ടെങ്കിൽ ഒരു വീട് മേടിക്കുക, അല്ലെങ്കിൽ 4 കോടിക്കൊക്കെ വീട് മേടിക്കുക, അതിന് നല്ല നിശ്ചയ ഒരു ബോട്ടും കൂടെ പണിതാൽ നമുക്ക് അതിൻ്റെ ഇൻകം, നമുക്ക് അത്ര നമ്മുടെ ജോലിക്കാർക്ക് ജോലി കിട്ടില്ല എന്ന് പറയുന്ന ഒരു ഭാര്യ വീട്ടിലിരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ. ഞാനിവിടെ വന്നതിന് ശേഷം ക്രൂയിസ് മൊത്തം കയറി ഇറങ്ങിയൊന്ന് കണ്ടു. ഒരു പ്രീമിയം ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ ക്ലാസിക് ഇമ്പീരിയലിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്ന് പറയുന്നത്? ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണല്ലോ. സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഡിസൈൻ തുടങ്ങുമ്പോൾ നമ്മൾ അതിനകത്ത് എല്ലാം ഇൻവോൾവ് ആണല്ലോ. അപ്പോൾ ഫുൾ ഗ്ലാസ് വ്യൂ ആണ് നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്യണം. അതായത് എവിടെ നോക്കിയാലും കടൽ കാണണം.
കസ്റ്റമേഴ്സിനെ എണീറ്റ് പോയി കടൽ കാണണ്ട, ഇരിക്കുന്നിടത്ത് കടൽ കാണുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫുൾ ഗ്ലാസ് സെറ്റ്. പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും, അതായത് വേൾഡിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ബ്രാൻഡ് സൗണ്ട് സിസ്റ്റം വെക്കണമെന്നായിരുന്നു. അപ്പോൾ മേയർ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്, അമേരിക്കൻ ബ്രാൻഡാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ലൈറ്റ്സും അതുപോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇൻറ്റീരിയർ ചെയ്തേക്കുന്നത് ഡീറ്റെയിൽ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ കമ്പനിയാണ് ഡീറ്റെയിൽ, അവരാണത് ചെയ്തേക്കുന്നത്. അതുമൊക്കെ അതിൻ്റെ ഓണർ ശ്രീജിത്ത് അതിൻ്റെ കൂടെ നിന്ന് എന്താണ് കൊച്ചിയിലൊരു ഡെവലപ്മെൻറ്റ്സ് വേണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെ നമ്മളെ കൂടെ നിന്നാണ്, കാശൊന്നും മോഹിച്ചിട്ടല്ല കേട്ടോ. അതേപോലെ തന്നെ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ബാൻഡ്, നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്തിട്ട് മറൈൻ ഡ്രൈവിൽ കൊണ്ടുവന്ന് അടുപ്പിച്ച് എന്തെങ്കിലും ചെയ്താൽ പോരാ. ആളുകൾ, അതായത് ഇതിൻ്റെ ലഞ്ച് ക്രൂസിന് 2300 രൂപ ചാർജ്. അതായത് കേരളം ഇത്തരം ഒരു ടൂറിസം ഒരു സംസ്ഥാനമാണ്, അതിൻ്റെ അകത്ത് എന്തൊക്കെ കൊടുക്കാൻ പറ്റും അത് എന്നെക്കൊണ്ട് എന്ത് പറ്റാവുന്ന, വാടക വീട്ടിൽ കിടന്നിട്ടാണെങ്കിലും ഇത് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. നമ്മൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കണമെന്നുള്ള ആഗ്രഹമാണ്. ഞാൻ എൻ്റെ ഒരു പാർട്ട്ണർ വിനുമായിട്ടും പിന്നെ ഒരു ഷാനോവാസും മാഹിനുമായിട്ട് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഞങ്ങൾക്ക്, അതിൻ്റെ പേര് പോഞ്ഞിക്കര കുസീന എന്നാണ്. അവിടുത്തെ എല്ലാ ഫുഡുകളും നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട്. അതായത് സീ ഫുഡിൽ ഏറ്റവും ഫ്രഷ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി സ്വന്തമായിട്ട് ഹോട്ടലിൽ നടത്തിയിട്ട് അതിൻ്റെ കാറ്ററിങ്, നമ്മുടെ ഈ ബോട്ടിലെ കാറ്ററിങ് നമ്മൾ അവിടെ നിന്നാണ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഐസിൽ വെക്കാത്ത മീൻ കൊടുക്കണം, ഐസിൽ വെക്കാത്ത ഭക്ഷണം കൊടുക്കണം, അത് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ വീട്ടിൽ വന്ന പോലെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. അതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഈ വെസൽ പണിത് 1.5 വർഷത്തിന് നമ്മൾ ഇതിനൊരു ബാർ ലൈസൻസിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കേരള ഗവൺമെൻറ് ഞാൻ ഒരു ഇത്രയും സപ്പോർട്ടീവായിട്ട് ഒരു ബാർ ലൈസൻസും അന്ന് അവിടുത്തെ മിനിസ്റ്റർ രാജേഷ് മിനിസ്റ്ററും എല്ലാവരും നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്തു. ഇപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിലും ഞങ്ങൾ ഒരുപാട് ഗ്രൂപ്പ് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ ഇനിയാണ് ഞങ്ങൾ വേൾഡിലെ എക്സിബിഷനുകളും അല്ലെങ്കിൽ അതിനൊക്കെ പോയാലും മാത്രമാണ് ഞങ്ങൾക്ക് ആളുകളെ അറിയിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ചാനലിൽ വാർത്ത വരുമ്പോഴും നമുക്ക് അത്രയും കസ്റ്റമേഴ്സ് കൂടുതലുണ്ട്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആളുകളെ അറിയിച്ച് എത്രത്തോളം അറിയിക്കാൻ പറ്റും, ഒരു പെർസെൻറ്റിൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. എല്ലാവരും ബോട്ട് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. പക്ഷേ ഇത് അമേരിക്കയിലോ ലണ്ടനിലോ അല്ലെങ്കിൽ സിംഗപ്പൂരോ പോയി $100 $200 കൊടുക്കുന്ന സാധനമാണ് നമ്മളിവിടെ ഈ ഒരു ഫെസിലിറ്റിയോട് ഒരു 4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിൽ മറക്കാനാവാത്തൊരു അനുഭവത്തിലൂടെയാണ് നമ്മൾ പോകണം. ഈ കൊച്ചി അറബിക്കടലിൽ നല്ലൊരു പ്രീമിയം ക്രൂസ് ട്രിപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരെ ക്ലാസിക് ഇമ്പീരിയലിലേക്ക് പോരെ അല്ലേ? അതെ.